എല്ലാവർക്കും ഹെയർ ഡ്രയർ എങ്ങനെ റെഡി ചെയ്യാം എന്നുള്ള അവിയൽ ഡയറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കെയർ സ്മിത്ത് ബ്ലൂം ഹെയർ വോളിമൈസർ ബ്രഷ് പ്ലസ് ഹെയർ ഡ്രയർ ആണ് ഈ കാണുന്നത്. ഇതിന് 1 വർഷം വാറണ്ടി ഉണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ വാറണ്ടി തീർന്നു. അപ്പോൾ അത് റിപ്പയറായി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വർക്കാകുന്നില്ല. അപ്പോൾ ഇത് അഴിച്ചെടുക്കണമെങ്കിൽ വളരെയേറെ ഒരു ടാസ്ക്കാണ്. അതെങ്ങനെ അഴിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കെയർ സ്മിത്ത് ഉൽപ്പന്നത്തെക്കുറിച്ച് പറഞ്ഞാൽ ഓറൽ കെയർ, വിശ്രമം, രോഗശാന്തി, വ്യക്തിഗത പരിചരണം എന്നിവയിലെ ദൈനംദിന ആരോഗ്യ ദിനചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമുള്ള ദൗത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിഗത പരിചരണ ബ്രാൻഡാണ് കെയർ സ്മിത്ത്. ഇതിൻ്റെ ടോപ്പിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഗ്രില്ല് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. അത് വളരെ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യുക. ചെറിയ ചെറിയ ലോക്കുകളാണ്. ആ ലോക്ക് വളരെ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അത് അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ പതിയെ റിമൂവ് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ റിങ്ങും പതിയെ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ മോട്ടറും ഹീറ്ററും ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിന് പുറം കവറായിട്ട് ഒരു വൈറ്റ് കളർ 2 ബോഡിയാണ് ലോക്ക് മുഖാന്തരം യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതും വളരെ സൂക്ഷിച്ച് അതിൻ്റെ 2 സൈഡിലത്തെ ലോക്കുകളും പതിയെ പതിയെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കവർ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോക്കാണ്. വളരെ സൂക്ഷിച്ച് വേണം ഓപ്പൺ ചെയ്യാൻ. ലോക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്ക് വെച്ച് ജോയിൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ ആ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ബ്ലാക്ക് കളറിനകത്താണ് ഹീറ്ററും മോട്ടറും ഇരിക്കുന്നത്. അത് പതിയെ റിമൂവ് ചെയ്തെടുത്തിട്ട് അതും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ മോട്ടർ നല്ലതാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മെയിൻ കുഴപ്പം മോട്ടർ പോയതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്, മോട്ടർ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഈ മോട്ടർ റിപ്പയർ ആയിട്ടുണ്ട്. ഈ മോട്ടർ വർക്കാകുന്നില്ല. അതുകൊണ്ട് ഇത് ചൂടായാൽ തന്നെ നമുക്ക് വെളിയിലേക്ക് കാറ്റ് വരത്തില്ല. ഈ മോട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാകും.